ഫാഷൻ ഫ്രൂട്ടുകളൊക്കെ വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും അധികം കൃഷി ചെയ്യുന്നത് കൂർക്കയാണ് ചെയ്യുന്നത്. അസോള എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ എന്തൊരു പച്ചപ്പിൽ കിടന്ന സാധനം. $5800. ഇത്രയും നാള് നമ്മള് വീഡിയോ ഇട്ടേന് യൂട്യൂബ് നമുക്ക് തരുന്ന ബോണസ് ആണ്. ഇപ്പൊ പളനിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഞങ്ങൾ മുഴുവൻ. പളനിനെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? എറണാകുളത്തുള്ള ഒരു കൂർക്ക രീതിയൊക്കെ ഭയങ്കര വ്യത്യാസമാട്ടാ. ഇതാണ് കുടുംബത്തിലത്തെ എല്ലാവരും പങ്കെടുത്തിട്ടുള്ള കൃഷി. പഠിക്കുന്ന കുട്ടികൾ എടുക്കണ സാധനം ബയോമാക്സും കമ്പ്യൂട്ടർ സയൻസ് ആണെന്നുള്ളൊരു ധാരണയുണ്ട്. വാട്ടക്കാനായതു ഇങ്ങനെ പറയാം. മഴ കൊള്ളണ്ട മഴ കൊള്ള ഇഷ്ടം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഴ കൊണ്ട് കഴിഞ്ഞാൽ പനി വരില്ലോ, സ്കൂളിൽ അത് സ്കൂളിൽ പോകണ്ടല്ലോ. നമ്മള് കുറച്ച് ദിവസത്തിന് ശേഷം നമ്മുടെ കൃഷിയിടത്തിലേക്ക് വന്നിരിക്കുകയാണ്. 2ാം ഘട്ട കൂർക്ക നടൽ. എന്താ പറയുക, നടൽ സംഭവത്തിനായിട്ട് വന്നിരിക്കുക. നടൽ സംഭവം എന്നല്ല പറയാ, ഒരു വാക്കുണ്ടല്ലോ അതിന്. എൻ്റെ വായിലുണ്ടായിരുന്നു, അത് പോയി. ഇപ്പോൾ 5ാം ഘട്ട വിളവെടുപ്പ് അല്ലെ, അങ്ങനെയൊക്കെ പറയില്ലേ, അതുപോലെ പറയില്ലേ. കൂർക്ക 2ാം ഘട്ടം നടിൽ എന്തെങ്കിലും ആവട്ടെ, അത് പോട്ടെ. അതിന് മുന്നേ നമ്മുടെ ഫാഷൻ ഫ്രൂട്ടുകളൊക്കെ വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒക്കെ വലുതായി. ഇതിപ്പോൾ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ ബൾബ് പോലെ എന്ന് പറഞ്ഞ് നിക്കണ സാധനങ്ങൾ കാണിച്ചില്ലേ, അതെന്തുട്ടാന്ന്. അതിന്റെ പേര് പാഷൻ ഫ്രൂട്ട് എന്നാണ് കേട്ടാ. കണ്ടാ, ഒക്കെ വലുതായി തുടങ്ങി. ഇത് ശരീരത്തിന് ബെസ്റ്റ് സാധനമാണ് കേട്ടോ. അതെ, ഇവിടെ വൈറ്റമിൻ സിയുടെ കലവറയാന്ന് പറഞ്ഞിട്ട്. ഇതിന് വിലയുണ്ട്. ആദ്യം ഇതിനൊന്നും വലിയ വില ഉണ്ടായിരുന്നില്ല. ആദ്യം പണ്ട് നമ്മുടെ വീട്ടിൽ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ആരും അത്ര ശ്രദ്ധിച്ചു കൊടുത്തില്ല. ഇവിടെ ഒരു ഇത് ഉണ്ട് കേട്ടോ, ഇവിടെ ചുണ്ടങ്ങ. ഇതിന് ഞാൻ വലിച്ചു കളഞ്ഞില്ല. നല്ല ആരോഗ്യത്തോടെ വളരുന്നതാണ് ചുണ്ടങ്ങ. അപ്പോൾ ചിലപ്പോൾ അവനെ കളയേണ്ടി വരും ഈ 2 ദിവസം കഴിഞ്ഞാൽ. അത് ഞാൻ പറഞ്ഞുതരാം. കളയണില്ല എന്ന് പറഞ്ഞ നാവിടുത്തെ പിന്നാലെ പറയണേ കളയേണ്ടി വരുന്നു. അല്ല, അതിന് കാരണങ്ങളുണ്ട്. എല്ലാത്തിനും ഒരു കാരണങ്ങളുണ്ട്. മോഹൻലാൽ പറയില്ലേ, അങ്ങനെ ഇവിടെ നടക്കുന്നതും നടക്കാത്തതുമായ ഇവിടത്തെ മാടമ്പള്ളിയിലെ മനോരോഗി ചെയ്യണ കാര്യങ്ങളുടെ എല്ലാത്തിനും പിന്നിൽ ഓരോ കാരണങ്ങൾ. എല്ലാത്തിനും കാരണങ്ങളുണ്ട്. അല്ലാണ്ട് ഞാനിപ്പോൾ വെറുതെ പറയില്ലല്ലോ. വെയിലിൻ്റെ അടി വരുന്നിടത്തുനിന്നാണ് ഈ സാധനങ്ങൾ ഉണ്ടാവുന്നത്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ വെയിലില്ല, കിട്ടണില്ല, തണലാണ്. അപ്പോൾ ആ സൈഡിലില്ല ഒന്നും. ഇപ്പം ഇങ്ങനെ ഒരു ഷേപ്പിലാണ് നിറച്ചുണ്ടായിട്ടുള്ളത് കേട്ടോ. ഇതാണ് ഇവിടെ കൂർക്ക. അല്ലാണ്ട് കുറേ കൂർക്ക പൂണ്ടായി തുടങ്ങി. എൻ്റെ ദൈവമേ, വളർന്നു. ഉണ്ടമല്ലി വെള്ളയല്ല എന്ന് തെളിയിച്ചിരിക്കുന്നു. ഈ കളർ തന്നെയാണ്. അപ്പോൾ നമ്മളെ ഇവർക്ക് 2 പേർക്ക് ജഗ്ഗുണ്ട് ഇവിടെ കേട്ടോ. ജഗ്ഗുന് ഒരു ദിവസം ആ ക്ലാസ് ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ടീച്ചർമാർ റിവാലുവേഷന് പോണ കാരണം, പരീക്ഷയുടെ ഒക്കെ പേപ്പർ വാല്യുവേഷന് പോണ കാരണം കൊണ്ട് അവന് ക്ലാസ് ഉണ്ടായിരുന്നില്ല ഇന്നലെ ഇന്നും. സുഖമായി ക്ലാസ് തുടങ്ങിയുള്ള അപ്പളേക്ക് മടക്ക്. സരിത വിളിക്കുക, നിങ്ങൾ വിളിക്കുക, കനം കൂടി വിളിക്കുക. നുള്ളാം ചേട്ടൻ്റെ പണി നോക്കിക്കോ. എനിക്ക് അവിടെ തടങ്ങ് പോരാ. എന്തേലും ചെയ്യും. അപ്പോൾ നമ്മൾ കൂർക്ക, അതായത് നമ്മൾ ഏറ്റവും അധികം കൃഷി ചെയ്യുന്നത് കൂർക്കയാണ് ചെയ്യുന്നത്. കാരണം കൂർക്ക മടുക്കാത്തൊരു സാധനമായതുകൊണ്ട് നമ്മൾ കൂടുതൽ ചെയ്യുന്നു അല്ലേ. കൂർക്ക മടുക്കില്ലല്ലോ. കയ്പകായ ഉണ്ടായി കിട്ടോ കിട്ടില്ല എന്നൊക്കെ ദൈവത്തിന്റെ കയ്യില്, അത് നമുക്കറിയില്ല. ചില സാധനങ്ങൾ ഉണ്ടാവും, ചില സാധനങ്ങൾ ഉണ്ടാവില്ല. ചിലവരെ ശരിയാവും, ചിലവരെ ശരിയാവില്ല. അത് നമ്മൾ തടങ്ങ് വരുന്നത് അവിടെയാണ്. അതായത് കഴിഞ്ഞ കൊല്ലം ഒരേ കൂർക്കത്തലയാണ് നമ്മളും അല്ലഞ്ചേട്ടനും ചെറിയേട്ടനും നട്ടത്. നമ്മുടെ സ്ഥലങ്ങൾ ഒരുമിച്ച് കിടക്കുന്നതാണ്, ഒരേ കാലാവസ്ഥയാണ്, ഒരേ മണ്ണാണ്, ഒക്കെയാണ്. എന്നിട്ടും നമുക്ക് നന്നായിട്ട് ഉണ്ടായി കിട്ടി. അല്ലഞ്ചേട്ടനും ചെറിയേട്ടനും ഉണ്ടായി കിട്ടിയില്ല. അല്ലഞ്ചേട്ടൻ്റെ തടങ്ങള് അല്ലഞ്ചേട്ടൻ 3-4 പറിച്ച് തന്നെയില്ല. കാരണം ഫുള്ള് കേട്. കൂർക്ക ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഒക്കെ കേട്. ഇങ്ങനെ കൂർക്കയ്ക്ക് കേട് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ പോയി. അതേസമയം നമ്മുടെ വീട്ടിൽ നോക്കിയാൽ മത്തങ്ങയും കുമ്പളങ്ങയും ഒന്നും ഉണ്ടാവില്ല. അല്ലഞ്ചേട്ടൻ്റെ അവിടെ ഇഷ്ടം പോലെ. അപ്പോൾ നമുക്കൊക്കെ ഇങ്ങനെ ഒക്കെ ബാലൻസ് ചെയ്തിട്ടാണ് എല്ലാ സാധനങ്ങളും ഉണ്ടാവണം. അപ്പോൾ ഇവിടെ അധികമുള്ളത് അങ്ങോട്ട് കൊടുക്കും, അവിടെ അധികമുള്ളത് ഇങ്ങോട്ട് തരും. അങ്ങനെയുള്ള ഒരു കൊടുക്കൽ വാങ്ങലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബാർട്ടർ. അന്ന് കണ്ടില്ലേ, മറ്റേ മധുരക്കിഴങ്ങ് നമുക്ക് നന്നായി കിട്ടി, അല്ലഞ്ചേട്ടനും ചെറിയേട്ടനും ഒന്നും കിട്ടിയില്ല. അപ്പോൾ ചില സാധനങ്ങളുണ്ടാവും. ജൈവ കൃഷി ആകുമ്പോൾ അങ്ങനെയാണ്, ചിലത് നന്നായിട്ടുണ്ടാവും, ചിലതൊന്നും ഉണ്ടാവില്ല. ചേമ്പൊക്കെ അടിപൊളിയായിട്ടാ. ഈ ചേമ്പൊക്കെ അടിപൊളിയായി. പിന്നെ അതെ, കടക്കൊക്കെ ഉണ്ടോന്ന് ദൈവത്തിന് അറിയാം. ചേമ്പുണ്ടാവും തോന്നുന്നുണ്ട് അല്ലേ. ചേമ്പിന് പിന്നെ എവിടെ വെച്ചാലും ചേമ്പുണ്ടാവും. നിനക്കൊരു പണി തരട്ടെ, ആ സോള ടാങ്കിലിട്ട മീനൊക്കെ പിടിക്കാൻ പറ്റുമോ നിനക്ക്? ഇടാൻ വളരെ എളുപ്പമായിരുന്നു. എന്ത് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ആ സോള ടാങ്കിൽ കൊണ്ടുപോയിട്ട് മീനിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ആരമോനിട്ടത്? ആ സോള മുഴുവൻ തിന്നുന്ന എനിക്കറിയൂ. അത് കുറച്ചെണ്ണത്തിന് ഇട്ടാ മതിയായിരുന്നില്ലേ? എന്തോരെണ്ണത്തിന് പിടിച്ചുകൊണ്ടിട്ടത്? ഒറ്റ ഇപ്പോ എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സോള ഇല്ലേ, ആ സോള കംപ്ലീറ്റ് കഴിഞ്ഞു. ഇപ്പൊ അവറ്റകള് പട്ടിണിയായിരിക്കും അതിൻ്റെ ഉള്ളില്. അവറ്റകള് പട്ടിണിയൊന്നുമല്ല, അവറ്റകൾക്ക് എന്തെങ്കിലും
സാധനങ്ങളൊക്കെ തിന്നാൻ കിട്ടും. ചേട്ടൻ വൃത്തിയാക്കിയ പറമ്പൊക്കെ എടുക്കണോ? അതിപ്പോ മഴയും കാടും അല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഇതവിടെ വെടുപ്പാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടലിന് നോക്കിയാണ്ട. ആ സോള എന്ന് പറഞ്ഞൊരു സാധനമില്ല ഇവിടെ, എന്തൊരു പച്ചപ്പിൽ കിടന്ന സാധന. ആ മീനുകൾ ഇട്ടെന്ന് ചേട്ടൻ നോക്കിയാൽ വെറുതെ. ഇനിയിപ്പോ കുറെ മാവിൻ്റെ അല്ലിൻ്റെ ഉള്ളില്. ഇപ്പൊ ചേട്ടൻ പറയണേ ഈ മാവിന്റെ ഇല വൃത്തിയാക്കാന്ന്. ഇതുവരെ മാവിന്റെ ഇല വൃത്തിയാക്കാൻ തോന്നിയില്ല. ഇപ്പൊ ഈ മീനുകൾ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് ഇന്ന് മീൻ എടുത്തിട്ട് മാവിന്റെ ഇല വൃത്തിയാക്കി ഇത് കളഞ്ഞിട്ട് നല്ല വെള്ളം നിറച്ച് ഇത് ചെയ്യണം. എന്തോരം എളുപ്പമുള്ള കാര്യം. ശരി, നല്ല വെള്ളം നിറയ്ക്കണ്ട. മീനെ പിടിക്കാണ്ട് എങ്ങനെയാണ് ഈ ഇത് വൃത്തിയാക്ക? ഇല ജഗ്ഗു നിന്നോടാ പറയണേ, വല്ല ഉപകാരമുള്ള കാര്യം ചെയ്. എന്നിട്ടവിടെ ചെയ്യണേ സരിതാ നോക്കിയേ, മാവിന്റെ മുകളിലാണ് ഈ മറ്റേ സാധനം തവളപ്പത കണ്ട നോക്കിയേ. അതിലേക്ക് ഇറങ്ങണേ ഈ വെള്ളത്തിലേക്ക്. ചേട്ടൻ ചെരുപ്പ് പോലും ഇട്ടിട്ടില്ലേ? തലയിലേക്ക് വായലേക്ക് വീഴേണ്ടത്. അവിടെ ചെന്ന് വായം തുറന്നു നിന്നിട്ട് നോക്കിയേ, ഇതാ ചെളിയിലേക്ക് ഇറങ്ങി നടക്കണേ. കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. ജഗ്ഗു, ഇതിലത്തെ മീനെയാണ് പിടിക്കണ്ടേ. അതേ കോഴികൾക്ക് കൊടുത്തിരുന്ന സാധനമായിരുന്നു. മിഷൻ ഇമ്പോസിബിൾ തരാം, പോസിബിൾ ആക്കണം. നീ എങ്ങനെയാണ് പോണു? ഞാൻ അതിൽ നോക്കാനാ മീനുകളൊക്കെ ഉണ്ടോന്ന്. അയ്യോ, ആറ്റങ്ങളൊക്കെ ഇതിൽ നീന്തി നടക്കുന്നുണ്ട് പാവങ്ങള്. കൊതുകുകളുടെ കൂത്താടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഇതിലത്തെ ഒക്കെ. ഇതിന് ഇവര് വെടുപ്പാക്കി. അപ്പൊ ഇവിടെ ഗ്യാപ്പുണ്ട്, നമ്മളിവിടെ തടം സെറ്റാക്കണം. അവര് കൂർക്കതല ആക്കും. 198 മീൻ ഇട്ടിട്ടുണ്ട് അച്ഛനയില്. പിടിച്ചോ. അതിൽ മീനിടേണ്ടിരുന്നില്ലേ? ഞാൻ വെറുതെ മറ്റേ ഇതിന്റെ മറ്റേ അത് വലിയ സംഭവമാണ് കൊതുകിന്റെ കൂത്താടികൾ എന്ന് പറയണത്. ഡെങ്കിപ്പനിയാ സകല സ്ഥലത്ത്. എത്ര പേരാ മരിക്കണേ? അതറിഞ്ഞിട്ടാണോ അപ്പൊ ഇങ്ങനെ പറയണ ചേട്ടൻ? ഹെൽത്തുകാരെങ്ങനെ വന്ന് കണ്ട ചേട്ടനെതിരെ കേസെടുക്കും, കൊതുകിനെ വളർത്തുന്നു എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ നോക്കി ഇത്ര അധികം മീനുകളുള്ള സേഫാ. അപ്പൊ പിന്നെ ഒരു കാലത്ത് അസോള വളർത്താൻ പറ്റില്ല. വളർത്തണ്ട ചേട്ടാ. അസോള ഇപ്പൊ വളർത്തിയിട്ട് ഇപ്പൊ എന്തുട്ടാ? കോഴികൾ കൊടുക്കാൻ. കോഴികൾക്ക് ഇപ്പൊ കൊടുക്കാറുണ്ട് ചേട്ടാ അസോള. കോഴികൾക്ക് കൊടുക്കാണ്ട് ചക്കയല്ലേ കൊടുക്കണേ? നമ്മുടെ ചക്കയും മാങ്ങ കൊടുക്കും, എല്ലാം കൊടുക്കും. നമ്മുടെ ഈ കൊള്ളിത്തടത്തിൻ്റെ ഇവിടെ, കൊള്ളിത്തടത്തിൻ്റെ അവിടെ ഇത് നട്ടുണ്ടായിരുന്നു. നോക്കി സരിത നോക്കി എൻ്റെ മറ്റേ ഒരേ സമയം ഒരു പണിയെ ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ അടുത്ത് കൂർക്കതല നുള്ളാൻ പറഞ്ഞിട്ടുണ്ട്. അത് നുള്ളിക്ക നീ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കിയടി സരിതേ എന്നിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ തൊട്ട് ചെയ്യാ. നമ്മുടെ ഇത് ഏത്? അയ്യോ ഇതിനെന്നാ പറയാ, പുതിന കണ്ട പുതിനകൾ അടിപൊളിയായിട്ടെന്താ. അല്ല ഞാൻ പറയണ് ഒക്കെ ഉണ്ടാവുണ്ടെന്ന് പറയാ, എല്ലാം ഉണ്ടാവുണ്ട്. എന്തിനാ പുതിന മറ്റേ ഇത് നോക്കിയപ്പോ ഏത് മല്ലിയില അടിപൊളിയായിട്ട് വന്നിട്ട് മല്ലിയില നല്ല സ്ട്രോങ്ങില് നല്ല ഇലകളായിട്ട് വരുന്നുണ്ട്. നോക്ക് പുതിന ഉണ്ടാവണം. നോക്ക് കണ്ട പുതിന കണ്ട അല്ല ഇതിന്റെ ചുറ്റും പുതിനക്ക് വെച്ചില്ല. ഈ പുല്ല് വലിച്ചു കളഞ്ഞാൽ മതി. അപ്പൊ പുതിന തന്നെ തെളിഞ്ഞതാണ്. അപ്പൊ ഞാൻ പുല്ല് വലിക്കണ? നീ പുല്ല് വലിക്കണ, നീ കൂർക്ക. അത് ഞാൻ തടാക്കുമ്പോ ഇതിപ്പോ തടാവും. അടിപൊളിയില്ലേ? അല്ല ഒരു പണിയുടെ അല്ല ഒരു പണിനെ ഒരു സമയം ചെയ്യാന്നുള്ളതൊന്നും ഇല്ല കൃഷി സ്ഥലത്ത്. നമ്മുടെ കണ്ണിൽ പെടുന്നത് എന്തിട്ടാന്ന് വെച്ചാൽ അത് ചെയ്യാ. ജഗ്ഗു എവിടെപ്പാക്ക ഇത് കൂർക്കതല നള്ളിയിട്ട്, അല്ല കൂർക്കതല നള്ളിയിട്ട് കൂർക്കതല നുള്ളിയിട്ട് അത് തടം കോരിയിട്ട് വേണ്ടേ അവൻ ചെയ്തോട്ടെ എന്തെങ്കിലും. തടം ചേട്ടൻ വേറെ കൂർക്ക നട്ട് നാശമായി പോയില്ലേ? ഇല്ല നാശമായിട്ടില്ല. അത് പിടിച്ചു കിട്ടി. ചേട്ടനല്ല പറഞ്ഞ മൂക്കാത്ത കൂർക്കത്തല നട്ടു, അബദ്ധം പറ്റി. അതെന്തിനാന്നറിയോ? നട്ടപ്പോ ഭയങ്കര വെയിലായിരുന്നു. ഞാൻ വിചാരിച്ചു മഴ പെയ്യുന്നു. പെട്ടെന്ന് മഴ പെയ്ത് കഴിഞ്ഞ് പാട്ടം വരില്ലേ? ഇതെന്തൊരു സാധനം, ഒരു വെട്ടുകല്ല. എൻ്റെ അമ്മി നിധിൻ്റെ നോക്കിയേ, കല്ലാണ്. ഇവിടെ കണ്ട പണ്ടൊരു കല്ലാണ് കിട്ടിയത്. അതേ വാട്ടം ആയില്ലോ, മഴ പെയ്തില്ല, വെയിലുകൊണ്ട് വാടി. അപ്പം ഞാൻ പറഞ്ഞു കൂർക്ക കണ്ട നഷ്ടമായി. അല്ല അത് പെട്ടു എന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ മഴ കിട്ടിയപ്പോൾ അത് ശരിക്കും പൂമ്പെടുത്തു. പിന്നെ ഇപ്പോൾ കൂർക്ക കണ്ട ടൈമാണ്. മിനിഞ്ഞാന്നല്ല 4 നാൾ നമുക്കൊരു മെയിൽ വന്നു. സരിത ഓർമ്മയില്ലേ? 4 നാൾ ഞങ്ങൾക്കൊരു മെയിൽ വന്നു കേട്ടാ. നമ്മുടെ ഉണ്ണിപ്പിണ്ടി മുതിരയും വെക്കരുത് ഒരു വീഡിയോ ഇട്ടല്ലോ. ആ വീഡിയോ യൂട്യൂബിൽ നിന്ന് ഒരു മെയിൽ വന്നു കേട്ടാ.
നിങ്ങളുടെ ഞാൻ സരിതയുടെ അടുത്തെന്ന് പറഞ്ഞാൽ ശരിയാവുള്ളൂ. നമ്മുടെ അതിൽ എന്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് റിമൂവ് ചെയ്തെന്ന് പറഞ്ഞേ മെയിൽ എടുത്ത് കാണിച്ചു കൊടുക്ക്, ഓപ്പൺ ചെയ്യ്. ആ മെയിൽ. അതായത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള പ്രോബ്ലം ഉള്ള വീഡിയോനെ കോപ്പി ചെയ്തിട്ട് നമ്മളതിൽ ചേർത്തിട്ടുണ്ട്. അതായത് കോപ്പിറൈറ്റ് ഉള്ള എന്തോ പ്രശ്നമുള്ള ഒരു വീഡിയോ, ആ വീഡിയോ ഓൾറെഡി റിമൂവ്ഡ് ആയി പോയിട്ടുള്ള വീഡിയോ ആണ് യൂട്യൂബിൽ നിന്ന് റിമൂവ് ആയി പോയിട്ടുള്ള ആ വീഡിയോന്റെ കണ്ടന്റിന് കോപ്പി അടിച്ചിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഉണ്ണിപ്പെട്ടി വീഡിയോ. ആ വീഡിയോന്റെ ലിങ്ക് തന്നിട്ടുണ്ട്. ഇന്ന വീഡിയോ എന്നൊന്നും പറഞ്ഞില്ല, ആ വീഡിയോ ഹാസ് ബീൻ റിമൂവ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് തന്നേക്കണേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇവിടെ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അപ്പീല് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ നമുക്ക് ഓരോ മെയിലുകൾ ഇങ്ങനെ മിക്ക ദിവസം ഓരോ മെയിലുകൾ വന്നുകൊണ്ടിരിക്കും യൂട്യൂബിന്റെ. ഓരോ കാര്യങ്ങളൊക്കെ പറയട്ടെ നമ്മുടെ വീഡിയോനെ കുറിച്ച്. ഞാൻ കാലത്ത് നോക്കിയപ്പോ ഈ ലിങ്ക് നോക്കിയപ്പോഴത്തെ അത് നമ്മുടെ ഉണ്ണിപ്പെട്ടി വീഡിയോ, അതിന്റെ 2 ദിവസം മുമ്പിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ ഞാൻ ചോദിച്ചു ആ വീഡിയോ മാറ്റുക, ഈ യൂട്യൂബ് റിമൂവ് ചെയ്തു. ഞാൻ നോക്കിയപ്പോൾ ആ വീഡിയോ അതിലുണ്ട്. ഞാൻ ഈ ലിങ്ക് നോക്കിയപ്പോ അതേ സെയിം സാധനം തന്നെ. അപ്പൊ എന്ത് പറ്റിയെന്ന് വിചാരിച്ചു. അപ്പൊ എന്തൊരു വ്യാജനാണോ ഇതാണോ? അല്ല, യൂട്യൂബിൽ തന്നെ വന്ന് കൊതു കടിക്കണ നോക്കിയതേ ചെവിയുടെ പിന്നിലൊക്കെ വന്നിട്ട്. അപ്പൊ എന്തുട്ടാന്ന് വിചാരിച്ചിട്ടേ ആകെ ഒരു ടെൻഷൻ വന്നു. അപ്പൊ നമുക്ക് ഒരു തവണ മുൻപ് നമ്മളൊരു കോഴിയുടെ വീഡിയോ, അത് കോഴികളെ സരിതയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. 10 കോഴികളെ കോഴിക്കൂട്ടിലാക്കിയിട്ട് സരിതയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ അതിൽ ചോപ്പ് ഇതാണ് ഈ വീഡിയോ കാണാനില്ലേ. യൂട്യൂബിൽ നിന്ന് മെയിൽ വന്നു, നിങ്ങളുടെ ഇതിൽ എന്തിട്ടുണ്ടെന്ന് പറഞ്ഞേ, അത് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അതായത് ആനിമൽസിനെ ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ്. ആനിമൽസിനെ, കുട്ടികളെ, സ്ത്രീകളെ അങ്ങനെയൊക്കെ ഉപദ്രവിക്കണ അങ്ങനത്തെ വീഡിയോ നമ്മൾ ഇടാൻ പാടില്ല എന്നാണ് ഗൈഡ് ലൈൻസ്, നിയമങ്ങളുണ്ട്. അത് വയലേറ്റ് ചെയ്തു. അപ്പൊ യൂട്യൂബ് ചോദ്യവും പറച്ചിലൊന്നുമില്ല, നേരെ വീഡിയോ റിമൂവ് ചെയ്ത് കളഞ്ഞു. അതായത് ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഭയങ്കര പ്രശ്നമാണ്. അത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറയൊന്നും ചെയ്യാണ്ട് ഇത് വരും, യൂട്യൂബ് തന്നെ വീഡിയോ റിമൂവ് ചെയ്യും. നമുക്ക് ആ വീഡിയോനെ പിന്നെ എന്ത് ചെയ്താലും കിട്ടില്ല, തിരിച്ചു കിട്ടില്ല. റിമൂവ് ചെയ്തോ പിന്നെ തിരിച്ചു കിട്ടില്ല. അപ്പൊ എന്താ ചെയ്തെങ്കിൽ അന്ന് കോഴിനെ കാലുമേ കെട്ടുന്നതാണ് കാണിച്ചത്. കോഴിനെ കാലും അത് എത്രാമത്തെ മിനിറ്റ് മുതൽ എത്രാമത്തെ മിനിറ്റ് വരെയാണ് ഈ പ്രശ്നമുള്ള കണ്ടന്റ് ഉള്ളതെന്നൊക്കെ നമ്മുടെ മെയിലുണ്ടാവും, പറഞ്ഞു തരും. അപ്പൊ നമുക്കത് കട്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ വീഡിയോ ഇരിക്കുന്നുണ്ടാവില്ല, ആ വീഡിയോ എടുത്തിട്ട് നമുക്ക് ആ പ്രശ്നമുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ആദ്യം അപ്ലോഡ് ചെയ്യാം. അപ്പൊ നമ്മളന്ന് ആ കോഴിയുടെ വീഡിയോ അന്ന് ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ കുഴപ്പമില്ല. അത് ഭാഗം കളഞ്ഞപ്പോൾ പിന്നെ ആദ്യം പൂതിയാണ് വീഡിയോ കേട്ടോ. അതായത് 1 തുടങ്ങിയപ്പോൾ ആദ്യം പൂതി ഒരാൾ കണ്ടു, 2 ആൾ കണ്ടു, 3 ആൾ കണ്ടു എന്ന് അങ്ങനെ. അല്ലാണ്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒരു 5000 പേര് കണ്ടിട്ട് ആണ് റിമൂവ് ചെയ്ത് കളഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്കത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 5000 തൊട്ട് 5100 തൊട്ടല്ലേ കാണാം. വീണ്ടും 1 തുടങ്ങിയിട്ട് അല്ലേ തരുതേ. അതങ്ങനെ കാണാൻ പറ്റുള്ളൂ, മുന്നത്തെ വ്യൂസ് പോയി. അപ്പോൾ അത് എന്തിട്ട് മെയിലാണ് യൂട്യൂബ്. ഇപ്പോൾ നമുക്ക് ഓരോ ലിങ്കുമിലൊക്കെ തൊടാം, അങ്ങനെ ബാങ്കിലത്തെ അക്കൗണ്ടൊക്കെ നമ്മുടെ പൈസ മുഴുവൻ അടിച്ചു മാറ്റി കളയുക, അങ്ങനത്തെ ഓരോ ലിങ്കുകളൊക്കെ നിങ്ങൾ തൊടാൻ പറഞ്ഞിട്ട് കുറേ വ്യാജ മെയിലുകൾ വരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണെന്നാണ് എനിക്കത് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ ആണെന്ന് ഒരു തവണ എൻ്റെ ദൈവമേ പൈസ കുറേ $5000 ഒരു ദിവസത്തിൻ്റെ കാലത്ത് നോക്കിയപ്പോഴുണ്ട് മെയിൽ വന്നു $5800 നമുക്ക് അടുത്ത മാസം കിട്ടുന്നു വന്നു യൂട്യൂബിന് തന്നെ. ഞാനപ്പോൾ ഹാപ്പി. എൻ്റെ ദൈവമേ എന്തെല്ലാം സ്വപ്നങ്ങൾ അപ്പോഴേക്കും കണ്ടു. ഈ $5800 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എത്ര കാശായി? ഒരു 5.5 ലക്ഷത്തിന് മീതെ വരും. ആ കാശ് കൊണ്ട് ആ കാശ് എങ്ങനെ ചെലവാക്കണം എന്നുള്ള പദ്ധതികളൊക്കെ ചേട്ടാ ആവിഷ്കരിച്ചു. ഓരോ സ്ഥലത്ത് എന്തൊക്കെ ഇനി പണിയണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പൈസ അടയ്ക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ അത് എന്തെങ്കിലും യൂട്യൂബിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതാവുള്ളോ, നമുക്ക് കിട്ടാനായിട്ടുള്ള പൈസ കണക്ക് കൂട്ടി എടുക്കണ്ടാവും, അതന്നെ നമുക്ക് വരള്ളോ എന്ന് പറയും. ഇത് നമുക്ക് ഇത്രയും നാള് നമ്മള് വീഡിയോ ഇട്ടേന് യൂട്യൂബ് നമുക്ക് തരണ ബോണസ് ആണ്, ഇത് കിട്ടുന്നു പറഞ്ഞിരുന്നു. പിറ്റേ ദിവസം നോക്കിയപ്പോ അത് കാണാനില്ല. അപ്പൊ സമാധാനം ചേട്ടൻ അല്ലേ? അതോടെ പോയി അത്. അല്ല അപ്പൊ അങ്ങനെ പല ഇതുകൾ നമുക്ക് നമ്മളെ പ്രലോഭിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ വരും. ഇതിപ്പോൾ എന്താണെന്നറിയില്ല, നമ്മുടെ വീഡിയോയ്ക്ക് ഒരു കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വീഡിയോ ഇപ്പോഴും ആളുകൾ കാണേണ്ടത് എന്താണെന്ന് അറിയില്ല. അപ്പം അങ്ങനെ ചില സംഭവങ്ങൾ. ആ ജഗ്ഗു അവിടെ നിന്നിട്ട് അത് പൊട്ടിക്കറാ, നീ അവിടെ പിടിക്കുക, കല്ലെറിഞ്ഞു
ഇത് എനിക്ക് പൊട്ടിക്കാനുള്ളതല്ലോ. നടേണ്ട വരും. നമ്മുടെ ഒരു സാധനം കാണിച്ചത് കാവത്തേ, ഈ മാവിൻ്റെ മുകളിൽ മുഴുവൻ പടർന്നു. നമ്മുടെ ഒരു കാവത്ത് നട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇതിൻ്റെ ഉള്ളിലാണ് കാവത്ത് നട്ടത്. കണ്ട അത് ഇങ്ങനെ പോയി ഇത് കണ്ട ഇതിലിങ്ങനെ പോയി ഈ മാവിൻ്റെ മുകളിൽ മുഴുവൻ പടർന്ന് കയറിയിട്ടാണ്. അതായത് ഈ കാവത്തിന് ചില പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയ്ക്കും ഉയരത്തിലേക്ക് അത് പോകണ്ടോ അപ്പോൾ അത്രയും വലിപ്പത്തിൽ അതിൻ്റെ അടിയിൽ കാവത്ത് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇത്രയ്ക്ക് വലിപ്പമുള്ള കാവത്ത് ഉണ്ടാവും എന്ന് തോന്നുന്നു ഈ കല്ലിൻ്റെ അത്രയ്ക്ക്. അല്ല സരിത, എന്തോരം വേണം? ഒരു 10-80 എണ്ണം. 80. നമ്മുടെ ചെമ്മീൻ നാടകത്തിനൊരു അബദ്ധം പറ്റി. റിഹേഴ്സൽ തുടങ്ങിയിട്ടാ. അപ്പോൾ ചെമ്മീനിൽ ഈ പളനിയായിട്ട് അഭിനയിക്കുന്ന ആളുണ്ട് കേട്ടോ, പ്രതീഷ്. നാടകത്തിൻ്റെ ഒക്കെ സെറ്റാക്കി അവനെ ഈ മറ്റേ കോഴിക്കോട് രംഗഭാഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടക ട്രൂപ്പിലേക്ക് ക്ഷണം കിട്ടി വേണം അവരെ നാടകത്തിൽ കളിക്കാനായിട്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി കളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലത്തിൽ 250 സ്റ്റേജ് അത്രയ്ക്ക് കിട്ടും. പിന്നെ പ്രൊഫഷണൽ ട്രൂപ്പാണ്. പിന്നെ കളിക്കാനതിന് പൈസയും കിട്ടും, 2000 രൂപ വെച്ച് കിട്ടും ഒരു പ്രാവശ്യം. നാടകത്തിന് പൈസയും കിട്ടില്ല, ഒന്നും കിട്ടില്ല, സന്തോഷം മാത്രമേ കിട്ടുള്ളൂ. സന്തോഷം കളിക്കുന്ന സന്തോഷം കിട്ടും. അപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ അജോട്ടെ അത് പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങോട്ട് പോട്ടെ എന്ന് ചോദിച്ചു. നമ്മുടെ കയ്യിൽ നിന്ന് അനുവാദം കിട്ടിയിട്ട് വേണ്ടല്ലേ. നമ്മളിത് കളിച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ സന്തോഷം മാത്രമല്ല, ഇവിടെ കാശ് കിട്ടുന്നത് അവിടെ നിന്നാണല്ലോ. ഞാൻ പറഞ്ഞു, നീ നിന്റെ ഭാവി നോക്കിയോ, ഇതിൽ കളിച്ചിട്ട് ഇപ്പോൾ ഭാവി ഇതൊന്നുമില്ലേ, നമുക്ക് വെറുതെ പറഞ്ഞും. കാശ് കിട്ടുമ്പോ സ്വാഭാവികമായിട്ട് സന്തോഷം ഒപ്പം ഉണ്ടാവുമല്ലോ അല്ലേ. സരിത മൂത്തത് ഇതിൽ ഉണ്ട്. മൂത്തത് തണ്ടു നോയിട്ട് ഞാൻ ആക്കണല്ലോ. അപ്പം എന്തുട്ടുണ്ടായേ, അപ്പോൾ അവൻ അതിന് പോയി. അപ്പം ഈ പളനിയില്ലേ, ഇപ്പം പളനിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഞങ്ങൾ മുഴുവൻ. പളനീനെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ആദ്യം തന്നെ പളനി മരിച്ചില്ലേ, അത് അവിടെ നിന്നല്ല നമ്മുടെ നാടകം തുടങ്ങണത് തന്നെ. പിന്നെ പളനി വേണ്ടല്ലോ. ഈ നന്നായിണ്ട്. പളനിയില്ലാണ്ട് ചെമ്മീൻ തൊട്ടുണ്ട്, പളനിയില്ലാണ്ട് ചെമ്മീനാ. അപ്പം അങ്ങനത്തെ ഒരു പിഴവിൽ പെട്ടു. അപ്പൊ ചേട്ടൻ വീഡിയോയിൽ പറഞ്ഞതിനാ പളനിയായിട്ട് അഭിനയിക്കാൻ താല്പര്യമുള്ളവര് ക്ഷണിച്ചുകൊണ്ടുള്ള ഇതാണോ? അല്ല, അങ്ങനെ പളനിക്ക് വേണ്ടി ഇപ്പൊ ഈ അന്വേഷണത്തിലാണ്. അങ്ങനെയാണ് നമ്മുടെ ചെമ്മീൻ. അല്ല ചേട്ടനോട് പറയായിരുന്നില്ലേ കൂർക്കതല എടുത്തോളാൻ? പറഞ്ഞിട്ടുണ്ട്. അല്ല ചേട്ടനെ ചെത്തി കൊണ്ട് പോണതില്ല ഇന്ന്. കൂർക്കതല ചെത്തി കൊണ്ട് പോണ്ട്. നല്ല മഴ വരുന്നുണ്ടാ. മഴ വരട്ടെ. മഴ വരുമ്പോഴേക്ക് നട്ടു വയ്ക്കുന്ന സരിതേ. തടം കോരി കഴിഞ്ഞാൽ നടാം. തടം കോരി കഴിഞ്ഞു, കഴിയാറായി, ലാസ്റ്റായി ഇറങ്ങി. ഇത് വരാം. അതിൻ്റെ ഉള്ളിലേക്ക് കുഴി കുത്തണ്ടേ? കുഴി കുത്താനായിട്ട് എന്തെങ്കിലും സാധനം വേണ്ട നിനക്ക്? കുഴി കുത്തി താഴെ ചെക്കു. ഞാൻ നടാം. എളാങ്ക് തരാം. എന്നാ ചേക്കോ എളാങ്ക് 3 കുഴി ചെയ്തോ, 3 എണ്ണം. ഇതിങ്ങനെ കേട്ടാ, എനിക്ക് 1 2 3 കേട്ടോ. എന്നിട്ട് പിന്നെ അയ്യോ ഇത് കണ്ടമാനം തലയിലോ. ഇല്ല തല കൂടുതലായി കുഴപ്പമില്ല, തട്ടുണ്ടാക്കാം. 3 എണ്ണം വീതം വെക്കാം. 3 എണ്ണം വീതട്ടാ. ഇങ്ങനെ മനസ്സിലായില്ലേ? ജഗ്ഗു കൃഷി പഠിക്കണം, പഠിപ്പിൻ്റെ ഒപ്പേ കൃഷിയും പഠിക്കണം. മനസ്സിലായ? കൃഷി സ്ഥലം ഇല്ലെങ്കിലും നമുക്ക് വീട്ടിലെന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ളതാണ്. നമുക്ക് സ്ഥലമല്ലേ കൃഷി സ്ഥലം, എന്നാലും നമുക്ക് വീട്ടിൽ ആവശ്യത്തിനുള്ള പച്ചക്കറി നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലോ. ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ്. അവർ ചെറിയ ഇപ്പം ഈ ബോംബെയിലേക്ക് മണ്ണ് വരെ കൊണ്ടുപോകണം ഇവിടുന്ന്, ഫ്ലാറ്റുള്ളവർ ഇല്ല സരിത. ഇവിടുന്നേ ഒരു കൂട്ടർ കൊണ്ടുപോയില്ലേ. ഇപ്പം ഞാൻ നടണ മഴ വരുന്നതിന് മുമ്പ് ഞാൻ നടാം. ഒരു കൂട്ടർ കൊണ്ടുപോയില്ലേ മണ്ണ് കൊണ്ടുപോയി. ഇത് ഓർമ്മയില്ലേ നിനക്ക്? എനിക്കെങ്ങനെ ഓർമ്മ? ന്യൂസിലെന്താണോ? അല്ല, നമ്മളോട് പറഞ്ഞില്ലേ മണ്ണ് കൊണ്ടുപോകേണ്ടത്? ആരും പറഞ്ഞില്ല, എനിക്ക് ഓർമ്മയില്ല. ഞാൻ കേട്ടിട്ടില്ലേ. ഇല്ലേ, നല്ല ആരോഗ്യമുള്ള തലകളല്ലേ. ആരോഗ്യമുള്ളത് തെരഞ്ഞു പിടിച്ചിട്ടാണ് ഒരു വിധം ഞാൻ കട്ട് ചെയ്തത്. നമ്മുടെ കൂർക്ക രീതിയും എറണാകുളത്തുള്ള ഒരു കൂർക്ക രീതിയൊക്കെ ഭയങ്കര വ്യത്യാസമാട്ടാ. അവർ തലയാണെന്നുള്ള അല്ല, തലയില്ല നീളത്തിൽ. ഇത് ഭയങ്കര നീളമുണ്ടല്ലോ. ചിലത് കൊതുക് കടിക്കണ്ടല്ലോ ജഗു, ചിലത് 4 ഉണ്ടല്ലോ. ജഗു താത്തിയിട്ടില്ല. 3 എണ്ണാക്കിക്കോ.
കൂർക്ക നടുമ്പോൾ അമ്മേനെ ഓർമ്മ വരും. ചേട്ടൻ എപ്പോഴാണ് അമ്മേനെ ഓർമ്മ വരാത്തത്? എന്ത് ചെയ്യുമ്പോഴും അമ്മയുടെ കാര്യം പറയും. പ്രത്യേകിച്ച് മഴ വരുന്നത് ഇതാണ് കുടുംബത്തിലത്തെ എല്ലാവരും പങ്കെടുത്തിട്ടുള്ള കൃഷി, കുടുംബ കൃഷി. അപ്പം എന്തിനാ ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പങ്കാളികളാവും. കുഴി പോരാ, അതിന് വീണ്ടും കുത്തണം. ഇത് തലയ്ക്ക് നീളം കൂടുതലാണ്, കുഴപ്പമില്ല. തലയ്ക്ക് നീളം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. രണ്ടെണ്ണം വീതല്ലേ നടാറ്? ആ ചിലരൊക്കെ ഒരെണ്ണം വീതം ഉണ്ടല്ലോ. ചില സ്ഥലങ്ങളിലേ നല്ല കനുള്ള കൂർക്കാര തണ്ടാണെങ്കിൽ ഒരെണ്ണം വെച്ചിട്ടാണല്ലോ. നമ്മളിപ്പോൾ ഇതൊക്കെ ഇതിനൊന്നും നിയതമായിട്ടുള്ള രീതികളൊന്നും ഇല്ല. കൂർക്കാരനും ഇതിനൊന്നും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ഒക്കെ ചെയ്യുക. ഞാൻ കുറച്ചുകൂടി അപ്പോൾ വെട്ടിയിട്ട് വരാം. കൊള്ളി തടത്തമ്പലേ പുല്ലുണ്ട്, ആ പുല്ലും കൂടി കളയാൻ. അപ്പോൾ വൃത്തിയിൽ ഈ സാധനം എടുക്കുമല്ലോ. നമ്മളെ ഈ ആഫ്രിക്കൻ ഈ മറ്റേ ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ആഫ്രിക്കൻ മല്ലി വെച്ചിട്ടുള്ള സാധനം ഉണ്ടാക്കിയിട്ട് കുറച്ച് നാളായില്ലേ? ഇല്ലേ, കുറേ നാളായില്ലേ ആഫ്രിക്കൻ മല്ലി ഉപയോഗിച്ചിട്ടുള്ള പാചകേ. നല്ല അന്തരീക്ഷം, നല്ല കാറ്റും വരുന്നുണ്ട്, ഇളം കാറ്റ് വരുന്നുണ്ട്. കണ്ടത് തെളിഞ്ഞു നിന്നു. ഒരു കുഴിയും കൂടിയല്ലോ ഉള്ളോ? ആ ദേ മല്ലിയല്ല, മല്ലി അല്ല പുതിന ഇവിടെ ശരിക്കും പിടിച്ചില്ലേ ഇതിലത്തെ? ആ ഇതിലും വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാത്തിലും വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഉയർന്ന കൊള്ളി ഈ കൂർക്കയ്ക്കാണ് നമ്മൾ വളർത്തത്. ഇതിനൊക്കെ ഭാഗ്യമൊന്നും പോയിട്ടില്ല. നോക്കാട്ടാ, ഇത് വേണ്ട, ഈ കൊള്ളീര കടക്കുള്ളത് ഇതിനാണ് നമ്മൾ നട്ട് 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വളർത്തിട്ടുള്ളത്. ഇതുണ്ടാവും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് നോക്കാം. കോവക്കായ ഉണ്ടാ? ആ ഓരോന്ന് 2 എണ്ണമൊക്കെ ഉണ്ട് ഉള്ളത് പൊട്ടിച്ചോ. അല്ല ചേട്ടൻ്റെ അവിടുത്തെ എനിക്ക് ഇതുമ്മലും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. വേണ്ട ഇതേ ഉണ്ടായി പാഷൻ ഫ്രൂട്ട്. അത്രയ്ക്ക് കാണാനില്ല, പക്ഷെ നിറയെ പൂവിട്ടിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ ഉണ്ട്. അതുമത്തെ കളർ ഏതാ? വെള്ള പൂവാ. അല്ല ഈ പച്ചനെയാണോ? പച്ച തന്നെയാ. അപ്പോൾ വയലറ്റ് ഉണ്ടായില്ലേ അല്ലേ? വയലറ്റ് നട്ടുണ്ടായിരുന്നാ? വയലറ്റ് ഞാൻ ഒരെണ്ണം നട്ടിട്ടുണ്ട്, പക്ഷെ നമ്മുടെ അമ്മ ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒപ്പം ഒരെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അധികം ഇല്ല കേട്ടാ. ഇല്ലല്ലേ? ഓരോന്ന് 2 എണ്ണമൊക്കെ ഉള്ളൂ. ഉള്ളതിന് വലിയ വലിപ്പൊന്നും ഇല്ല. കൂർക്കര കിടക്കില്ലേ പുല്ല് പോലെ. ജഗ്ഗു കോമേഴ്സ് എടുത്തതിന് ഞാൻ ഡീമോട്ടിവേറ്റ് ചെയ്തു എന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അത് ജഗ്ഗുവിൻ്റെ അല്ല കമൻറ്റുകളിൽ കൂടെ ഇന്നത്തെ വീഡിയോൻ്റെ കമൻസ് ഞാൻ കുറച്ച് നോക്കിയപ്പോൾ അങ്ങനെയാണ്. കോമേഴ്സ് മോശം ഗ്രൂപ്പൊന്നുമല്ല, വളരെ നല്ലതാണ് പറഞ്ഞിട്ട്. വളരെ നല്ല തന്നെയാണ് കോമേഴ്സ്. മറ്റേ സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ട് എൻജിനീയറിങ്ങും കഴിഞ്ഞിട്ട് എന്തോരം കുട്ടികളാണ് ജോലി കിട്ടാണ്ട് നടക്കണേ. പക്ഷെ എന്നിട്ടും അങ്ങോട്ട് തന്നെയാണ് തള്ളിക്കയറ്റം. പക്ഷെ ഒരു മിഥ്യാധാരണ നിലവിലുണ്ട്. കുറേ പേർക്കൊക്കെ അറിയെങ്കിലും കുറേ പേരുടെ ഇടയിൽ ഇപ്പോഴും പഠിക്കാത്ത കുട്ടികളാണ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സൊക്കെ എടുക്കുക. പഠിക്കുന്ന കുട്ടികൾ എടുക്കണ സാധനം ബയോമാക്സും കമ്പ്യൂട്ടർ സയൻസ് ആണെന്നുള്ളൊരു ധാരണയുണ്ട്. ഇവന് കോമേഴ്സിന് പോകണമെന്ന് 10ാം ക്ലാസ് ഏതാണ്ട് പരീക്ഷ എഴുതണേക്കാളൊക്കെ മുന്നേ പറഞ്ഞു കൊടുന്നു കോമേഴ്സാണ് പഠിക്കണുള്ളൂ. നമ്മൾ പിന്നെ ഒന്നിനും നിർബന്ധങ്ങളൊന്നുമില്ല, പറയാറില്ല അതിന് പോകണം ഇതിന് പോകണം എന്നൊക്കെ. കുറേ പേര് വിവരമുള്ളവരും പഠിപ്പുള്ളവരൊക്കെ കുറേ പേര് നമ്മളിങ്ങോട്ട് ഉപദേശിച്ചു ഇവൻ കോമേഴ്സിനാണ് പോണേന്ന് കേട്ടപ്പോൾ. കോമേഴ്സിന് എന്തിനാ വിടണേ? മറ്റേ ഈ പറഞ്ഞ പോലെ ഞാൻ അതിൽ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ, മറ്റേതാണ് പഠിക്കണമെന്ന് വെച്ചെങ്കിൽ +2 കഴിഞ്ഞാലും വേറെ ഏതിലേക്ക് വേണമെങ്കിൽ തിരിയാം. കോമേഴ്സ് പഠിച്ചാൽ പിന്നെ വേറെ ഒന്നും ഇത് പറ്റില്ല, ഇത് തന്നെയേ പറ്റുള്ളൂ എന്നുള്ളത്. പക്ഷേ BA എക്കണോമിക്സോ അതിലൊക്കെ താല്പര്യം ഏതൊക്കെ പഠിച്ച് ബാങ്ക് ടെസ്റ്റുകൾ എഴുതാം. BCom MCom അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, കുറേ ഉണ്ട്. അതന്നെ. പിന്നെ ജഗ്ഗുൻ്റെ സ്കൂളിലത്തെ പ്രിൻസിപ്പളും അന്ന് പറഞ്ഞു ഇല്ലേ? പ്രിൻസിപ്പൾ അന്ന് ഞങ്ങൾ ചേരാൻ പോയ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ ചെന്ന് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞത് അത് തന്നെയാണ്. ഫുൾ A+ കിട്ടിയ കുട്ടി കോമേഴ്സ് എടുത്തു. അപ്പോൾ അവൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു എന്ന് എന്താ കോമേഴ്സ് എടുത്തതെന്ന്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇതെടുത്തേ, അപ്പോൾ ഫ്രണ്ട്സിന് പിരിയാൻ വയ്യ, അതുകൊണ്ട് ഞാനും ഇതെടുക്കാറുണ്ട്. +1 കഴിഞ്ഞപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു എനിക്ക് മെക്കാനിക്കൽ എഞ്ചിനീയർ ആവാനാണ് ആഗ്രഹം. മെക്കാനിക്കലല്ല പറഞ്ഞത്, മെക്കാനിക്കൽ എഞ്ചിനീയർ ആവാനാണ് അവൻ്റെ ആഗ്രഹം. അപ്പം അങ്ങനെ ആഗ്രഹമുള്ള കുട്ടി കോമേഴ്സ് പഠിച്ചതിന് ശരിയാവുക? ആ 1 വർഷം വേസ്റ്റ് ആക്കിയിട്ട് പിന്നെ ആദ്യമേ അത് ക്യാൻസൽ ചെയ്ത് +1 വീണ്ടും പിന്നത്തെ കൊല്ലം എന്താ പറയുക കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ട് ചേർന്നു.
മറ്റേ എന്നിട്ട് എൻട്രൻസ് ഒക്കെ എഴുതി അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ആലോചിച്ചിട്ട് ആ കുട്ടിയിൽ ഒരു വർഷം വേസ്റ്റ് ആയതുകൊണ്ട് ആലോചിച്ചിട്ട് ഇത് എടുത്തോളൂ എന്നൊക്കെ പ്രിൻസിപ്പൾ പറഞ്ഞു. നമുക്ക് പിന്നെ അങ്ങനെ ഇതൊന്നുമില്ല, ആലോചിക്കണ്ട. അതിന് എന്തിട്ടാണെന്നറിയോ, ആള് എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാ കോമേഴ്സ് എടുക്കണേ, നിനക്ക് എന്തിട്ടാ പഠിക്കാൻ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ പറയാ അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല എന്ന്. അതുവരെ ഞാൻ സിഎക്ക് പോകണം, അതാരെങ്കിൽ കോമേഴ്സ് പഠിക്കണം എന്ന് നമ്മളോട് പറഞ്ഞോണ്ടിരുന്ന ആളെ പ്രിൻസിപ്പൾ ചോദിച്ച വശം പറയാ ഞാൻ അതിനെ കുറിച്ചിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല എന്ന്. അപ്പൊ അച്ഛനമ്മമാരെ നിർബന്ധം പോലെയായില്ലേ. അപ്പോഴാണ് ആളീ കഥയൊക്കെ പറഞ്ഞേ, ഇങ്ങനെ ഉണ്ടായിട്ടാ ഇവിടെ, അതുകൊണ്ട് ആലോചിച്ചിട്ട് നീ എടുത്തോളോ ഒരു കോഴ്സ് എടുക്കുമ്പോ എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് പിന്നെ പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ ചോദിച്ചത് പറയാം, അത് പെട്ടെന്ന് ആള് ചോദിച്ചപ്പോ എനിക്കൊന്നും പറയാൻ കിട്ടിയില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞതാണ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതെ അല്ലേ? ഇത്രയും കോവയ്ക്കണ്ട, ഒരു വിളവെടുപ്പിൽ കിട്ടിയത് ഇത്രയൊക്കെയാണ്. ഇങ്ങനെയും സംഭവിക്കാം നമുക്ക്. വേറെ തടം ഉണ്ടാക്കണ്ട, ഒരു തടം കൂടി വേണമെങ്കിൽ ഉണ്ടാക്കാം. ഒരു തടം കൂടി ഒറ്റ വരിയാണ്, അതല്ല ഇത് സ്ഥലം വെറുതെ കിടക്കാം. കണ്ട ഈ വരി കണ്ട, ഇതിന്റെ ഈ കൊള്ളിരിയും കോക്കൂഞ്ചിയും ഇതിന്റെ ഈ കൂർക്കരിയും ഇടയില് ഒരു വരി വെറുതെ കിടക്കാണ്. അപ്പൊ ഇവിടുന്ന് അവിടെ വരെ നടാം. വേഗം തന്നെ ആക്കിക്കോ. തല കൊണ്ട് തടായി വേഗം കൊണ്ട് മഴ വരുന്നുണ്ട് പലക്കും. ഒരെണ്ണം കൂടിയും ഇട്ടാ അങ്ങനെ പോയോ. രണ്ട് അങ്ങനെ പോയിക്കോ. വെള്ളം ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. അത് മതിയാവോ? അത് എനിക്ക് നട്ട് കഴിഞ്ഞാൽ അറിയില്ലോ. ഏകദേശം ആയിട്ടുണ്ട്. ഏകദേശം അത് മതിയാവും. ഭയങ്കര അടുപ്പിച്ച് അയച്ചേക്കുക. കറക്കുമ്പോളേ ഇത് മറ്റേ സരിതിക്കുന്ന മുഴുവരുന്ന് നുള്ളാണ്ട് വരും. അത്രയ്ക്ക് 2 വീതം തന്നാൽ മതി, 3 വീതം വേണ്ട. വരുന്നത് 2 വീതം മതി. വളരെ അടുപ്പിച്ചായി പോയില്ലേ? ഇത്രയ്ക്ക് അടുപ്പിക്കണ്ടേട്ടാ, അല്ല നമുക്ക് വളടാനായിട്ടേ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് വേറെ ഒന്നുമില്ല. അല്ല ചേട്ടൻ്റെ അല്ല ചെറിയേട്ടൻ്റെ ചേച്ചി കണ്ട അവിടെ സജീവൻ്റെ അവിടെ ചെറിയേച്ചി മറ്റേ ആ തോട്ടി കൊണ്ട് റംബുട്ടാൻ പൊട്ടിക്കണ് കണ്ട? അല്ല നമുക്ക് തോട്ടി അങ്ങനത്തെ വാങ്ങിക്കാന്ന്. നല്ല തോട്ടിയല്ലേ? ഞങ്ങൾ പോകുമ്പോ വന്നിട്ട് വലിയമോട് ചോദിച്ചു, അച്ഛൻ തന്നെ ചോദിച്ച എവിടെന്നാ വാങ്ങിച്ചെന്നൊക്കെ. 2 അല്ലേ അത്? അത് മറ്റേ അഗ്രോ ഇവിടുന്ന് മൃഗശാല അവിടെ നിന്ന് വാങ്ങിക്കുന്നതാ. കനം കുറവുള്ളത് കൊണ്ടുവരുന്നില്ല. അത് ഇനി 3 ആക്കിക്കോ. കനുള്ളതാ ഞാൻ ആദ്യം പൊട്ടിച്ചോടന്നേ, അത് കഴിഞ്ഞു തുടങ്ങി. ബാഗ് എടുത്ത് തരുത്, ഇത് മഴ ഇപ്പൊ തൂളും. തൂളി ഇറങ്ങി വേഗം എന്നാ കൊണ്ടുവരാം. ഞാൻ പൊട്ടിച്ചോണ്ടിരുന്നാ കനുള്ളതാ. ഇതിലാണ് കനുള്ളത്, അതിനേക്കാൾ കനുള്ളത് ഇതിലുണ്ട്. അതില് കനുള്ളതുണ്ട്. ഒരു 5-8 മതിട്ടാ. 5-8 മതിയാവോ? മതിയാവും. അതായത് ഒരു 5-10 മതി. വേഗം കൂടെ മഴ തൂളി ഇറങ്ങി. നിന്റെ മറ്റേ ഡ്രസ്സിൻ്റെ കളറും കൂർക്കര കളറും ഇവിടുത്തെ കൃഷിയിലെയും എല്ലാത്തിനും കൊള്ളിരിയും ഒക്കെ ഇതിന് കളർ പച്ചയാണല്ലോ, കംപ്ലീറ്റ് പച്ച. ഇപ്പോഴാണ് കാണുന്നത് എൻ്റെ ഡ്രസ്സിൻ്റെ കളർ പച്ചയാണ്. അല്ല നമ്മൾ ശ്രദ്ധിച്ചില്ലേ പെട്ടെന്ന്. മഴ പെയ്തു മണ്ണ് കുളിർത്തു, അങ്ങനെയല്ലേ പാട്ട്? ഇതെന്നിട്ട് അവിടെ മരം വിട്ടിട്ടുണ്ടല്ലോ നല്ല ഏട്ടൻ. എന്തുണ്ടായേ? എന്തോ സംഭവിച്ചു. ചേട്ടന്റെ അമ്മലൂന്റെയും ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട്. ആരെങ്കിലും മേത്ത് വീണാ? പോവാ, മഴ പെയ്തുട്ടാ. അപ്പൊ നമ്മളങ്ങോട്ട് പോവാണ്. ഇനിയും കുറെ സാധനങ്ങളും നടാണ്ട്. വേഗം മഴ കൊള്ളണ്ടാ. പണ്ട് കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോഴേ വീട്ടുകാര് മറ്റേ മുറ്റത്തൊക്കെ എന്നിട്ട് മഴ കൊള്ളുമ്പോൾ മുറ്റത്തൊക്കെ എന്നിട്ട് മഴ കൊള്ളുമ്പോൾ പറയും മഴ കൊള്ളണ്ടാ. മഴ കൊള്ളാൻ ഇഷ്ടം എന്തിനാ വെച്ചിരിക്കുക? എനിക്കല്ലാട്ടാ, കുറെ പിള്ളേരുടെ കാര്യമാണ് പറഞ്ഞത്. മഴ കൊണ്ട് കഴിഞ്ഞാൽ പനി വരുമല്ലോ, അത് സ്കൂളിൽ പോകണ്ടല്ലോ. അങ്ങനത്തെ ഒരു സൂത്രപ്പണികളൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. ഇപ്പൊ പെയ്യണ മഴയില്ലേ, ഇത് തീരെ ചെറിയ മഴയല്ല, അന്ന് ഭയങ്കര മഴയല്ല. ഈ മഴയത്ത് നിൽക്കില്ലേ, മഴയത്ത് നിൽക്കുമ്പോ കോടയമ്മലിക്ക് വെള്ളം വീഴുന്ന ഒരു സൗണ്ട് കേൾക്കും. പിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൗണ്ട് കേൾക്കാൻ.
ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും ഇരുട്ടായി. ചെറിയ ചെറിയ ചില ഇഷ്ടങ്ങൾ